വേഡി ലേഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പലൈൻ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? നന്ദൂസ് ഒരു 2 വർഷത്തോളമായിട്ട് എടുത്തു വെച്ച പൈസയാണ് ഇതൊക്കെ. അവളുടെ ഒരു പാത്രത്തിൽ വിഷുവിന് ഇപ്പോൾ ലാസ്റ്റ് വിഷുവിന് കിട്ടിയ പൈസയാണ്. അതും കൂടിയൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഏകദേശം കുറേ പൈസ ആയിന്ന് തോന്നിയപ്പോൾ തൊട്ട് ഇപ്രാവശ്യത്തെ ബാഗും സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ പൈസയ്ക്കാണ് വാങ്ങാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കായിരുന്നു. അപ്പോൾ എന്താ ചെയ്യുക പൈസ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിച്ചെടുക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. എന്നാൽ പിന്നെ അവളുടെ ഇഷ്ടം പോലെ തന്നെ അതങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഈ പാത്രം നല്ല ഭംഗിയുള്ള പാത്രമാണല്ലോ, അപ്പോൾ അത് പൊട്ടിക്കാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടൻ ശ്രമിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു അടപ്പുണ്ട്. അത് തുറന്നാൽ ഇങ്ങനെ ചില്ലറ പൈസ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അവളുടെ പൈസ ആയതുകൊണ്ട് ആരും പൈസയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവൾ പിന്നെ കിട്ടിയ പൈസ ഒക്കെ അതിൽ കൊണ്ടുപോയിട്ട് ഇടും ചെയ്യായിരുന്നു കേട്ടോ. LKG തൊട്ടിട്ട് 2ാം ക്ലാസ് വരെ അവളുടെ അമ്മച്ചനായിരുന്നു അവൾക്ക് ബാഗ് വാങ്ങിക്കൊടുത്തിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ ബാഗ് വാങ്ങിക്കാമെന്നുള്ള ഒരു സജഷൻ അവൾ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരു ആഗ്രഹം കൂടി പറഞ്ഞു. നമ്മളെ കൊപ്പം സിൻഡിക്കേറ്റ് മാളിൽ നിന്ന് തന്നെ വാങ്ങിക്കണം എന്നൊരു ചെറിയ വാശി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എതിർത്തു, കാരണം അവിടെ എല്ലാ സാധനങ്ങൾക്കും നല്ല റേറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവളെടുത്ത് വെച്ച പൈസ അല്ലേ, അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് തീരുമാനിച്ചു. കൊപ്പം സിൻഡിക്കേറ്റ് മാള് നമ്മൾ എപ്പോഴും ഫിലിമിന് പോകുമ്പോൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആദ്യം ഇതൊരു വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിരുന്നില്ല കേട്ടോ. പിന്നെ പുറമേയുള്ള ആൾക്കാരുടെ അടുത്ത് പറയുമ്പോൾ അവരുടെ ഒരു അത്ഭുതം ആണോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് അത് കുട്ടി ചെയ്തതാണല്ലോ, കുട്ടി എടുത്തു വെച്ച പൈസ കൊണ്ടാണല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത വന്നത്. അപ്പോൾ അത് ഭയങ്കര സന്തോഷവും പ്രൗഡൊക്കെ ആയിട്ട് തോന്നിട്ടോ. സത്യം പറഞ്ഞാൽ ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചിരുന്നു. നമുക്ക് പിന്നെ 1 രൂപ 2 രൂപ അതൊക്കെ അങ്ങനെയൊക്കെയല്ലേ കിട്ടുള്ളൂ. അവൾക്ക് ആര് എന്തിന് കൊടുത്താലും മിഠായി വാങ്ങാനെന്ന് പറഞ്ഞു കൊടുത്താൽ അവൾ നേരെ പാത്രത്തിൽ കൊണ്ടിടും. ഈ പാത്രത്തിന് അവളൊരു പേരിടും ചെയ്തിരുന്നു കേട്ടോ. കുട്ടന് പേരിട്ടത് ടുട്ടു എന്നാണ് കേട്ടോ ഈ ആമക്കുട്ടന് പേരിട്ടത്. അപ്പോൾ പാത്രത്തിലിടാന്നല്ല അവൾ പറയലിൻ്റെ ടുട്ടൂല് പൈസ ഇടണം എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ പൈസ ഒക്കെ ഏകദേശം പുറത്തെടുത്ത് കഴിഞ്ഞു. ഒരു 500ൻ്റെ നോട്ട് ഉണ്ടായിരുന്നു. ബാക്കി ഇതാ ഇങ്ങനെ 100ഉം 200ഉം അങ്ങനെ. പിന്നെ പൈസ പുറത്തെടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് എണ്ണാനുള്ള പരിപാടിയായി. ആദ്യം നോട്ടുകൾ 10ൻ്റെ നോട്ടും 20 നോട്ടും അങ്ങനെ വേറെ വേറെ തിരിച്ചിട്ട് അങ്ങനെ ഓരോന്നോരോന്നും എത്രയെന്ന് നോക്കി അങ്ങനെയൊക്കെ കണക്കൂട്ടി. ഞാനും ഏട്ടനും കൂടി അതൊക്കെ ചെയ്യുന്നത്. പിന്നെ നന്ദുവിനെ എല്ലാത്തിനും കൂടെ നിൽക്കാൻ ഇതൊക്കെ അവൾക്ക് അവളുടെ സ്വന്തമല്ലേ, അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ചെയ്തോളാം എന്നൊക്കെ. പിന്നെ നമ്മൾ പിറ്റേ ദിവസമൊക്കെ ആയിട്ടാണ് നേരെ സിൻഡിക്കേറ്റിൽ പോയിട്ട്. അപ്പോൾ അമ്മമ്മ ഉണ്ടായിരുന്നു. അന്ന് നമ്മളൊരു സിനിമ കണ്ടു. ഏതായിരുന്നു സിനിമ? ഗുരുവായൂർ അമ്പലനടയിൽ. ആ സിനിമയ്ക്കാണ് നമ്മൾ അന്ന് പോയത് കേട്ടോ. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ എനിക്ക് പല തിരക്ക് കാരണം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വൈകിപ്പോയി. ഞാൻ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമായിരുന്നു വിചാരിച്ചിരുന്നത് കേട്ടോ. അത് പറ്റിയില്ല. അങ്ങനെ ഇതാ സിൻഡിക്കേറ്റിൽ സിസോ എന്ന് പറയുന്ന ഷോപ്പാണ് ഇത്. കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് ഇത്. നല്ല രസമാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനത്തിനും ഭയങ്കര വിലയാണ്. അതേപോലെ തന്നെ നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ. ഫുൾ കളർഫുള്ളാണ് കേട്ടോ. എല്ലാവരും ഞങ്ങൾ കയറുമ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വെറുതെ നോക്കി പോവുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളാണ് അവിടെ നിന്ന് അന്ന് പർച്ചേസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബാഗ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ബാഗ് തിരഞ്ഞ് നടക്കുകയാണ്. അമ്മമ്മയുണ്ട്, ഞാനുണ്ട്, നന്ദുണ്ട്. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ വാങ്ങിക്കാം, എന്നാലും വലിയ വിലയൊന്നും ആവരുത് എന്നുള്ളൊരു ചെറിയ തീരുമാനം കൂടി ഉണ്ടായിരുന്നു. നല്ല റേറ്റുള്ള സാധനങ്ങളാണെങ്കിലും അതിനനുസരിച്ചിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എല്ലാത്തിനും നല്ല ക്വാളിറ്റി ഉള്ളതാണ്, കാണാൻ ഭംഗിയുള്ളതാണ്. പക്ഷേ എന്നാലും നമ്മൾ കുറേയൊക്കെ നമ്മൾ ബഡ്ജറ്റ് നോക്കണമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. കുടയൊന്നും അവിടെ നിന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ, വെറുതെ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ബാഗും കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെയാണ് അവിടെ നിന്ന് വാങ്ങിച്ചത്. പിന്നെ കുട പിന്നെ നമ്മൾ വളാഞ്ചേരി പോയപ്പോൾ അമ്മമ്മ വാങ്ങിക്കൊടുക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെ
കുറേ ബാഗൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി. പിന്നെ പൗച്ചൊക്കെ ലാസ്റ്റാണ് നോക്കിയത്. ബാഗ് ആദ്യം നോക്കിയ സ്ഥലത്തു നിന്നൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറെ സ്ഥലത്ത് പോയിട്ട് ഇതാണ് പിന്നെ ഇഷ്ടപ്പെട്ട ബാഗ്. അപ്പോൾ അത് റേറ്റ് നമുക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അവൾക്ക് ഹലോ കിറ്റീൻ്റെ ബാഗാണ് കിട്ടിയത്. അപ്പോൾ കണ്ടില്ലേ അവളുടെ മുഖത്തെ സന്തോഷം, ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി വാങ്ങി വന്നപ്പോൾ കേട്ടോ ബാഗ്. പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ നോക്കി, പക്ഷേ അതൊക്കെ ഭയങ്കര റേറ്റാണ്, ഒന്നും നമുക്ക് നമ്മളെ കയ്യിൽ പോരൂല. നല്ല സാധനമൊക്കെ തന്നെയാണ്, എല്ലാതും നല്ല ബ്രാൻഡഡ് സാധനമൊക്കെയാണ്. അവർ ഇവിടെ ഒരുപാട് പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് കേട്ടോ അവിടെ ഇത് സെയിൽ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് എല്ലാതും ഭയങ്കര റേറ്റ് ആയിട്ടൊക്കെ വാങ്ങണം എന്നില്ലല്ലോ. അപ്പോൾ ബാഗും കുറച്ച് സാധനങ്ങളൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ആയിട്ട് വാങ്ങിച്ചു. പിന്നെ നമ്മൾ ബാഗ് വാങ്ങിയതിന് ശേഷം പൗച്ചാണ് നോക്കിയത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, എല്ലാതും കളറ് മാച്ചാക്കിയിട്ട് വാങ്ങാമെന്നുള്ളൊരു തീരുമാനം പെട്ടെന്ന് ആ ഷോപ്പിൽ നിന്ന് ഉണ്ടായതാണ് കേട്ടോ. ഹലോ കിറ്റീൻ്റെ ബാഗ് ഒരു ചെറിയ ലൈറ്റ് പർപ്പിൾ കളറല്ലേ, അപ്പോൾ അതിനനുസരിച്ചിട്ട് പൗച്ച് വാങ്ങിച്ചു. ബാഗൊക്കെ ഇഷ്ടപ്പെട്ടത് വാങ്ങിയെങ്കിലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തിരയുമ്പോഴേക്കും ചെറിയ ഒരു മുഖം വാടലൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതൊന്നും ഞാനും അമ്മമ്മ എടുത്തു കൊടുക്കണമെന്നൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവസാനം യൂണിക്കോണിൻ്റെ ഒരു പൗച്ചാണ് വാങ്ങിയത് കേട്ടോ. അതും വേറെ കുറച്ച് റേറ്റ് കുറഞ്ഞതായിരുന്നു കയ്യിലുണ്ടായിരുന്നത്, അത് ഇഷ്ടമായില്ല. അത് ശരിക്കും പർപ്പിൾ കളറായിരുന്നു. എന്നിട്ട് പിന്നെ യൂണിക്കോണിൻ്റെ വാങ്ങിച്ചു. പിന്നെ ഷാർപ്പറും പിന്നെ ഈ റേസറൊക്കെ വാങ്ങിച്ചു, അതൊക്കെ പർപ്പിളാണ്. ഷാർപ്പർ നല്ല ഭംഗി കണ്ടപ്പോൾ അതാണ് എടുത്തത്. പിന്നെ ഒരു ബോക്സിൽ പെൻസിൽ വാങ്ങിച്ചു, അതിൽ അത്യാവശ്യം പെൻസിലൊക്കെ ഉണ്ട്. ഈ പെൻസിലാണ് വാങ്ങിച്ചത്, പർപ്പിൾ കളർ നോക്കിയിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ കിട്ടി. പിന്നെ ഇറേസർ കിട്ടി. കളർ പിന്നെ പെട്ടെന്നാണ്, ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നാണ് അവിടെ നിന്നൊരു തീരുമാനം വന്നത് ബാഗിന് മാച്ചാക്കിയിട്ട് വാങ്ങിക്കാമെന്ന്. പിന്നെ നമ്മൾ ബില്ലിംഗ് സെക്ഷനായിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ പോയ സമയത്ത് ആൾക്കാരൊക്കെ തിരിച്ചു പോയിരുന്നു, ഞങ്ങൾ മാത്രമേ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾ തന്നെ ഓരോന്നോരോന്നൊക്കെ കൊടുത്തു. അവളുടെ കയ്യിൽ കവറൊക്കെ കൊടുത്തു, ഭയങ്കര സന്തോഷമായി തിരിച്ചു പോന്നു. പിന്നെ നെയിം സ്ലിപ്പ് അവളെ ചിന്തു വല്യമ്മേൻ്റെ വക കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ തന്നെ. ബുക്കൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്, നോട്ടൊക്കെ. ഇതൊക്കെ ഞാൻ പിന്നെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ അവളുടെ സ്വന്തം പൈസയ്ക്ക് തന്നെ അവൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.